ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഫുഡ് അടിക്കാൻ പോണ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളെ കാക്കാൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്, അതായത് +2ൻ്റെ റിസൾട്ട്. സംഭവം നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലേന്ന്, കാരണം കാക്കാക്ക് എക്സാം നല്ല ടഫായിരുന്നു. പക്ഷേ റിസൾട്ട് എന്താ അത്യാവശ്യം നല്ല മാർക്കുണ്ട്. അപ്പം എൻ്റെ പറഞ്ഞ് നോക്കട്ടെ ഇന്നത്തെ ഡിന്നറിനെ പുറത്ത് നോക്കാൻ, നമ്മൾ പിന്നെ ഡബിൾ ഹാപ്പി ആണല്ലോ. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കെല്ലാം വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ. പക്ഷേ കുഴിമന്തിൻ്റെ ബോർഡ് ഉണ്ടപ്പോൾ എൻ്റെ ഉപ്പാക്ക് സ്റ്റാറിങ് വേറെ എടുക്കൊണ്ട് തിരിയണില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വന്നെത്തിയത് അൽറീം റെസ്റ്റോറൻ്റ് ആട്ടോ. ഇതൊരു അറബിക് ഒരു ടൈപ്പ് ഓഫ് റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് മന്തി ആയാലും എന്തായാലും വേണ്ടില്ല, നമുക്ക് തിന്നാൽ മതിയല്ലോ. അങ്ങനെ നീനും ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് മാത്രമാണെന്ന് അറിയില്ല, ഈ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മിനിറ്റ് ആയാലും വലിയ വലിയ സമയമായിട്ട്, അതായത് 1 മണിക്കൂറൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് മെനു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മെനു കാർഡ് കിട്ടിയിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ സൈഡ് ഡിഷസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സലാഡ്, പിന്നെ മയണൈസ്, അതുപോലെ തന്നെ ചട്നി, ടൊമാറ്റോ ചട്നി അത് തോന്നുന്നു. പിന്നെ പ്ലേറ്റും വന്നു. പിന്നെ നമുക്ക് തീരെ ക്ഷമ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മയോണീസും അതുപോലെ തന്നെ സലാഡൊക്കെ അപ്പം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മന്തി വന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹണി അൽഫാമും, അതുപോലെ ഇതിൻ്റെ ഒപ്പം ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മട്ടൺ റിബ്സ് എങ്ങാണ്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റൈസും ചിക്കനൊക്കെ പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് മയോണീസ്, എൻ്റെ മുമ്പിൽ മയോണീസിൻ്റെ ബൗൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീരുന്ന വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെ കയറി വെച്ചുകൊണ്ടേയിരിക്കും. കുറച്ചിൻ്റെ ടോപ്പിൽ വെച്ചില്ലെങ്കിൽ എനിക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഇനിയൊന്നുമില്ല, ഇനി ആ മയോണീസ് ഇങ്ങോട്ട് എടുക്കുക, പിന്നെ ആ റൈസിലൊന്ന് മിക്സ് ചെയ്തിട്ട്, നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്ഷമയില്ലാത്തതിന് ചൂടൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. ഇനി ആ ചിക്കനും വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വിശന്നിട്ടാണ് അറിയില്ല, ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാതും ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ വീണ്ടും ഇട്ട് കഴിക്കണം. അങ്ങനെ കുറേ കഴിച്ചു. മെയിൻ ടോപ്പിക്ക് എൻ്റെ കാക്കാൻ്റെ ഫ്യൂച്ചറായിരുന്നു, കാരണം ഇന്ന് റിസൾട്ട് വന്നിട്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുമ്പോൾ എൻ്റെ കാക്കാരിൽ നിന്ന് ഒരു പീസും കൂടി ഓർഡർ ചെയ്യുക, പെരി പെരിയും കൂടി ഓർഡർ ചെയ്യാൻ പറഞ്ഞു. ഞാനൊരു പീസും എൻ്റെ പീസിട്ട് ഞാൻ ഉമ്മക്കും ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു. അതിൻ്റെ അമ്മ ഒടുക്കത്തെ എരിവ് വന്നിട്ട്, അപ്പോൾ എരിവ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഷുഗർ കെയിൻ്റെ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിച്ചപ്പോഴാണ് ഒരു സമാധാനമായത്, അല്ല ഇത് കുടിച്ചപ്പോഴാണ് സമാധാനമായത്. ഇപ്പം ഈ കുപ്പി ഇപ്പം നിലവിൽ എൻ്റെ വീട്ടിൽ മണി പ്ലാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണ്, ഇങ്ങനത്തെ ഇവിടെ നിന്ന് കുപ്പി നല്ല ഭംഗികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മ കഴിക്കലാക്കും കേട്ടോ. പിന്നെ ബില്ല് വന്നു. ബില്ല് കണ്ടപ്പോൾ എൻ്റെ വാപ്പക്ക് ശ്വാസം മുട്ടായിരുന്നു. എന്തായാലും ഞങ്ങളെല്ലാം തിന്നു വെച്ചിട്ട് ബില്ലും അടച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.